നമ്മൾ മലയാളികൾ ഏതെങ്കിലും ഒരു മനുഷ്യജീവന് വേണ്ടി ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? ഒരു ജീവന്റെ തുടിപ്പ് അവസാനിച്ചെന്ന് ബോധ്യമുണ്ടായിട്ടും അത്ഭുതങ്ങൾ തീർത്ത് ഒരാൾ മടങ്ങി വരാൻ ഇത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അർജുൻ നമുക്ക് അത്രയധികം പ്രിയപ്പെട്ടവനായിരുന്നു. ഇനി ഒരിക്കലും മടങ്ങി വരാത്ത ദൂരത്തേക്ക് അർജുൻ മടങ്ങുമ്പോഴും മലയാളികൾക്ക് ആശ്വസിക്കാൻ ഒന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ 72 ദിനങ്ങൾ സാഹോദര്യത്തിന്റെ ചരിത്രമാണ് എഴുതിയത്. അർജുന്റെ കുടുംബവും മനാഫും ഉറച്ചു വിശ്വസിച്ചിരുന്നത് പോലെ അർജുനെ തിരികെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഓരോ മലയാളികളും ഉറച്ചു വിശ്വസിച്ചു. മകനെ കാണാതായതോടെ തന്നെ തകർന്നു പോയതാണ് അർജുന്റെ അച്ഛൻ പ്രേമനും അമ്മ ശീലയും. മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും തള്ളി നീക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കേരളം ഒന്നാകെ അർജുന്റെ കുടുംബമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അർജുനെ കിട്ടാതെ തിരികെ മടങ്ങില്ലെന്ന മനാഫിൻ്റെയും സഹോദരി ഭർത്താവ് ജിതിൻ്റെയും ദൃഢനിശ്ചയം കേരളക്കരയുടെ കൂടി തീരുമാനമായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വന്തമായുള്ള സാങ്കേതിക വിദ്യകൾ, സാങ്കേതിക ജ്ഞാനമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ദിനങ്ങൾ കൂടിയാണ് കടന്നുപോയത്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ദൗത്യമായിരുന്നു അർജുനെ കണ്ടെത്താൻ ശിരൂരിൽ നടത്തിയതെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പ്രതികരിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത സാങ്കേതിക വിദ്യകൾ പോലും ശിരൂരിൽ ഉപയോഗിച്ചുവെന്നും ഇന്ദ്രബാലൻ പറയുന്നു. അർജുനെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള സിഗ്നൽ പരിശോധനയ്ക്കുൾപ്പെടെ നേതൃത്വം നൽകിയത് ഇന്ദ്രബാലനായിരുന്നു. ഇന്ത്യയിൽ ഇതുവരെ അത്ര ഫലപ്രദമായി ഉപയോഗിക്കാത്ത റേഡിയോ ഫ്രീക്വൻസി സാങ്കേതിക വിദ്യയടക്കം അർജുനായുള്ള തിരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. ഏഷ്യയിൽ തന്നെ ഈ വിദ്യ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം. ഇത്രയും ആഴത്തിൽ സിഗ്നൽ അയച്ച് ആരും വിവരം ശേഖരിച്ചിട്ടില്ല. 10 മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ ഏഷ്യയിൽ ഒരു രാജ്യവും ഈ പഠനം നടത്തിയിട്ടില്ല. കൂടാതെ തെർമൽ ഇമേജിംഗ് ക്യാമറ ഉപയോഗിച്ചു. അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ തെർമൽ സിഗ്നലുകൾ പിടിക്കാൻ സാധിക്കും. എന്നാൽ ഇതിനായുള്ള ദൗത്യസംഘം അവിടെ എത്തിയപ്പോഴേക്കും 6 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അതിനാൽ ഫലപ്രദമായി ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ ഐബോർഡ് ഡ്രോൺ പരിശോധന നടത്തിയതും നമ്മൾ കണ്ടു. ഈശ്വർ മാൽപേ അടക്കം അർജുനായി തിരച്ചിലിനിറങ്ങിയ അതിവിദഗ്ധരായ സ്കൂബ ഡൈവിംഗ് ടീം. അങ്ങനെ ആൾബലവും സാങ്കേതിക വൈദഗ്ധ്യവും ഒത്തൊരുമിച്ച അത്യപൂർവമായ തിരച്ചിൽ തന്നെയായിരുന്നു ശിരൂരിൽ നടന്നത്. പലപ്പോഴും പ്രതീക്ഷയുടെ അവസാന കടിക പോലും അസ്തമിച്ചെന്ന് കരുതി നിർത്തുനിന്നും വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു. അർജുനെ കണ്ടെത്തുക അസാധ്യമെന്ന് ഉറപ്പിക്കേണ്ട അവസ്ഥയിൽ നിന്നുമാണ് വീണ്ടും പ്രതിസന്ധികളെ ഓരോന്നായി തരണം ചെയ്ത് അർജുനെ വീണ്ടെടുക്കൽ സാധ്യമായത്. നാവികസേനയും കരസേനയും NDRFും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ തിരച്ചിലിൻ്റെ പുരോഗതി വിലയിരുത്താൻ ശിരൂരിലെത്തി. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും MK രാഘവൻ MPയുമെല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. MLAമാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം എത്തി. പല ഭാഗത്തു നിന്നായി സന്നദ്ധ പ്രവർത്തകരും എത്തി. ആദ്യ ദിനങ്ങളിൽ നമ്മളടക്കം വിമർശിച്ചെങ്കിലും കാർവാർ MLA സതീഷ് കൃഷ്ണ സേൽ നടത്തിയ ഇടപെടലുകളെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. അർജുൻ ഇനി എന്നും മലയാളികളുടെ ഇടനെഞ്ചിലെ തീരാ നോവായി അവശേഷിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനുമപ്പുറം അർജുൻ ഒരു അടയാളപ്പെടുത്തലാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മതവും ജാതിയും രാഷ്ട്രീയവും മറന്ന് മലയാളികൾ ഒന്നാകുമെന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു മനുഷ്യജീവന് പകരം വയ്ക്കാൻ ഈ ഭൂമുഖത്ത് മറ്റൊന്നുമില്ല എന്ന അടയാളപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.